ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാം. കുട്ടികൾക്ക് ടിഫിനിലോ ഒക്കെ കൊടുത്തുവിടാൻ നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൈദ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുട്ടയുടെ വെള്ള മാത്രം മതി. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് 2 മുട്ടയുടെ വെള്ളയും എടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ്. അപ്പോൾ ഞാൻ എടുത്ത കപ്പിനൊരു 1/2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൽ കൂടുതൽ ചേർത്ത് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം 1/4 ടീസ്പൂണിന് കുറവ് അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് അടിക്കുക. അപ്പോൾ ആദ്യം ഒന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളമോ പാലോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് അങ്ങ് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസാകാനും പാടില്ല. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അധികം എണ്ണ ചൂടാവുന്ന മുമ്പ് പച്ചമുളക് ഇട്ട് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്നൊന്ന് വഴണ്ടി വരാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ അതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അതായി കിട്ടുകയും ചെയ്യും. അധികം ഒരുപാടങ്ങ് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിന് ആവശ്യമൊന്നുമില്ല. എന്നാൽ നല്ല ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും ആയിരിക്കും, അല്ലെങ്കിൽ സ്നാക്സും ആയിരിക്കും. മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുക. അപ്പോൾ കുരുമുളക് പൊടിയും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത്രയും ചേർക്കണമെന്നില്ല. കാരണം ഇതിൽ കൂടുതലായിട്ട് അതിൻ്റെ ഫ്ലേവർ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അതുപോലെ മല്ലിപ്പൊടി ചേർക്കണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ചേർത്തിട്ടില്ല. എല്ലാം കൂടെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ തന്നെ വെക്കുക കേട്ടോ. അതെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കും. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ലയെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി. കറിവേപ്പില ചേർക്കുമ്പോഴും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതായി കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇനി ഇതിൽ ചെറുതായിട്ടൊരു പുളിപ്പ് രസമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുഴിവുള്ള ഒരു പാത്രമാണ് നല്ലത് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാതെ നല്ല ഇതായിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നെയ്യെല്ലാം ഞാൻ എല്ലാ സൈഡിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ഒഴിക്കാൻ നേരത്തെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഒഴിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരുപാട് തിക്കായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് 2 ലെയറായിട്ട് വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുകളിൽ മാവ് ഒഴിക്കാം. മാവ് ഒഴിച്ചിട്ട് വീണ്ടും മസാല ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിത് ഒറ്റ സ്റ്റെപ്പിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് അതിൻ്റെ മസാല മൊത്തം അതിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 മുട്ടയാണ് പുഴുങ്ങി എടുത്തിട്ടുള്ളത്. അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ എത്ര വലിപ്പത്തിൽ വേണോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന മാവിൻ്റെ കനം കുറവാണ്, അതുകൊണ്ടാണ് ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്.
ഇനി ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മുട്ടയൊന്ന് അതിലേക്ക് പ്രസ്സായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് താത്തു കൊടുത്താൽ മതിയാകും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരല്പം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുറേശ്ശെയായിട്ട് ഇതിലേക്ക് അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ മാവ് ഒഴിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ തന്നെ വെക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ മാവൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും ഇതിന് വേണ്ട. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് മല്ലിയില ഞാനിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വിതറി കൊടുക്കുകയാണ്. അപ്പോൾ അതും ഉണ്ടെന്നുണ്ടെങ്കിൽ മതിയാകും കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചതൊന്ന് വേവിക്കാം. അപ്പോൾ ആദ്യം തൊട്ട് തന്നെ ഇതിൻ്റെ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ തന്നെ വെക്കുക. ഒരു 2-3 സെക്കൻഡ് ഇതൊന്ന് അടച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ മുകൾ ഭാഗമൊക്കെ ആ മാവിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ആ ഒരു ടൈം കറക്റ്റാണ് കേട്ടോ. അത് അടിഭാഗം വെന്തിട്ടുണ്ടാവും. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഒരല്പം നെയ്യൊന്ന് തടവിയിട്ടുണ്ട്. നെയ്യല്ലെങ്കിൽ ഓയിലൊന്ന് തടവിയാലും മതി. അതിനുശേഷം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് കമഴ്ത്തി എടുക്കുക കേട്ടോ. പാത്രം ഒന്ന് കമഴ്ത്തി എടുക്കുക. അപ്പോൾ അത് ഈസി ആയിട്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് വീഴും. കണ്ടില്ല, അടിഭാഗം ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല. ഇനി അതേ പാത്രം തന്നെ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇതിനി ഒരു മിനിറ്റ് ഒന്ന് വെച്ചേക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ അടിഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അല്ലേ, നന്നായിട്ട് തന്നെ അത് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി തന്നെയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതിയാകും. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും ഈ ഒരു സ്നാക്ക്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരിവൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ കുറച്ച് അളവിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അധികമായിട്ട് ഇഷ്ടമാകും. അപ്പം ഉറപ്പായിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഞാൻ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതുപോലെ സ്നാക്സിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ ലാസ്റ്റിൽ ഒരു പ്ലേലിസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്